ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2024 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, കാണാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഈ ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ക്ലാസ്സിലേക്ക് കിടക്കാം. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സി. 2023 ഫിഫയുടെ മികച്ച വനിതാ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൺമതിയാണ്. സ്പെയിൻകാരിയാണ് ഐറ്റാന ബോൺമതി. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമാരാണ്? ലയണൽ മെസ്സിയാണ്. 2023 ഫിഫയുടെ മികച്ച വനിതാ താരം ആരാണ്? ഐറ്റാനയാണ്. ഐറ്റാന ബോൺമതിയാണ്. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയുടെ പേരാണ് കേര. അപ്പൊ കേര എന്ന് പറയുന്ന പദ്ധതി എന്താണ്? കാലാവസ്ഥ അനുകൂലമായിട്ടുള്ള കൃഷി നടത്തുക, അതുവഴി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വരുന്ന പദ്ധതിയാണ് കേര. ഇന്ദ്രധനുസ് എന്ന ആത്മകഥ എഴുതിയത് ആര്? അത് നമുക്ക് പേരിന്ന് തന്നെ പഠിക്കാൻ പറ്റും. ഇന്ദ്രൻസ്, സിനിമാ നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്, മറക്കരുത്. ഫോബ്സ് മാഗസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ്? ഫോബ്സ് മാഗസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് കുവൈറ്റ് ദിനാർ. 2ാം സ്ഥാനം ബഹ്റിൻ ദിനാറിനാണ്. 3ാം സ്ഥാനം ഒമാനിന്റെ റിയാലിനുമാണ്. അപ്പോൾ ഫോബ്സ് മാഗസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാറാണ്. 2ാം സ്ഥാനം ബഹ്റിൻ ദിനാറിന്, 3ാം സ്ഥാനം ഒമാനി റിയാലിനുമാണ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേരാണ് DC കണക്ട്. ഓക്കെ, അടുത്തത് കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദിയാകുന്നത്. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദിയാകുന്നത് കൊച്ചിയാണ്. ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് ഇതിന്റെ വേദി. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണം മാത്രം കിട്ടുന്ന തെരുവ്, ശുചിത്വ ഭക്ഷണ തെരുവ് പ്രസാദം എന്ന തെരുവാണ്. ഇത് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ്. ഓക്കെ, മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ് പ്രസാദം. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവാണ് പ്രസാദം. ഇന്ത്യയിൽ നടക്കുന്ന എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ 2024 വേദി ഇടുക്കിയിലെ വാഗമണിലാണ്. ഇന്ത്യയിൽ നടക്കുന്ന എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ 2024 വേദി ഇടുക്കി വാഗമണാണ്. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏത്? റഷ്യയാണ് ബ്രിക്സ് ഉച്ചകോടി 2024 വേദി. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടിപ്പാലം ഏത് രാജ്യത്തെ മാതൃകയാക്കിയിട്ടുള്ളതാണ്? ചൈനയെ മാതൃകയാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഒരു കണ്ണാടിപ്പാലം നിർമ്മിക്കുന്നു. ഇത് ചൈനയെ മാതൃകയാക്കിയിട്ടാണ് നിർമ്മിക്കുന്നത്. കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയില്. ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ് കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ചത്. കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അപ്പൊ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നെ ആസ്പദമാക്കിയാണ്? കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കിയാണ്. KP കുമാരനാണ് സംവിധാനം ചെയ്തത്.
ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? എത്രാമതാണ്? 150ാമത് കാലാവസ്ഥാ വാർഷികമാണ് ആചരിച്ചത്. അതായത് കാലാവസ്ഥാ വകുപ്പ് 1875 ജനുവരി 15 കൊൽക്കത്ത ആസ്ഥാനമാക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ചോദിക്കാം, കാലാവസ്ഥാ വകുപ്പ് ആരംഭിച്ച വർഷം 1875 ജനുവരി 15. 150ാം വാർഷികമാണ് നമ്മളിപ്പോ ആചരിച്ചത്. 2024 ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 80 പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്. ഒന്ന് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ. ഇന്ത്യക്ക് എത്ര സ്ഥാനം? 80ാം സ്ഥാനമാണ് ഉള്ളത്. 2ാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡ്, സൗത്ത് കൊറിയ, സ്വീഡൻ എന്നിവയാണ്. നെതർലൻഡ്സിൽ നടന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ നിലവിലെ ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്. ഫിഡെ റേറ്റിംഗിൽ വിശ്വനാഥ് ആനന്ദിനെ മറികടന്ന ഇന്ത്യയുടെ ചെസ് റാങ്കിങ്ങിൽ നമ്മുടെ പ്രജ്ഞാനന്ദ 1ാമതെത്തി. ഇപ്പോഴത്തെ ന്യൂസ് എന്താണ്? നെതർലാൻഡിൽ നടന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ നിലവിലെ ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആർ പ്രജ്ഞാനന്ദ. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ഏതാണ്? 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി തമിഴ്നാടാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം എവിടെ? അടൽ സേതു ആണ്. ഇത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ചെയ്യുന്നതാണ് അടൽ സേതു. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലമാണ്. അടുത്തത് 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പൊ ഏകീകൃത സിവിൽ കോഡ് ഈയിടയ്ക്ക് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് തുടർച്ചയായി 4ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് തുടർച്ചയായി 4ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ്. കേന്ദ്ര സർക്കാരിന്റെ 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് 2 എണ്ണമാണ്. സൂററ്റ് ഗുജറാത്തില്, മധ്യപ്രദേശിലെ ഇൻഡോർ. തുടർച്ചയായിട്ട് 7ാം തവണയാണ് ഇൻഡോർ 1ാം സ്ഥാനത്ത് എത്തുന്നത്. സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്രയാണ്. കേരളത്തിന് എത്ര സ്ഥാനമാണ്? 22ാം സ്ഥാനമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂററ്റ് ഗുജറാത്ത്, ഇൻഡോർ മധ്യപ്രദേശ്. ഇതിനകത്ത് ഈ മധ്യപ്രദേശിലെ ഇൻഡോർ 7ാമത്തെ പ്രാവശ്യമാണ് 1ാം സ്ഥാനം നേടുന്നത്. സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്ര. കേരളത്തിന് 22ാം സ്ഥാനമാണ് വൃത്തിയുടെ കാര്യത്തിൽ ഉള്ളത്. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു 2023. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ്? 2023 ആണ്. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പൂവ്. ഇത് അനീഷ് ബാബു അബ്ബാസും ബിനയ് ജോർജും ചേർന്നിട്ടാണ് പൂവ് സംവിധാനം ചെയ്തത്. അപ്പോൾ ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പൂവ്. പൂവ് സംവിധാനം ചെയ്തത് 2 ആൾക്കാരാണ്. ഒന്ന് അനീഷ് ബാബു അബ്ബാസ്, പിന്നെ ആരാണ്? ബിനോയ് ജോർജ്. 2024 ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണിദാസൻ. ആരാണ്? 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണിദാസൻ. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഏത്? 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി USA-യും വെസ്റ്റ് ഇൻഡീസുമാണ്. അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റ് വേദി.
വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. ഇത് കോട്ടയത്താണ്. റോബോട്ടിന്റെ പേര് എലീന എന്നാണ്. എലിക്കുളം എലീന. അപ്പൊ റോബോട്ടിനെയാണ് പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം. അത് കോട്ടയത്താണ്. റോബോട്ടിന്റെ പേര് എലീന എന്നാണ്. ഇനിയും കറണ്ട് അഫയേഴ്സ് ജനുവരിയിൽ ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിക്കാനുണ്ട്. അപ്പം ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഉറപ്പായിട്ടും കറണ്ട് അഫയേഴ്സ് ഫുൾ മാർക്ക് അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.